വെളിപാട് 15-ാം അധ്യായം. സ്വർഗത്തിൽ വലുതും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. അവസാനത്തെ 7 മഹാമാരികളുമായി 7 ദൂതന്മാർ. എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ കോപം അവസാനിക്കുന്നത്. അഗ്നി കലർന്ന പളുങ്കു കടൽ പോലെ ഒന്ന് ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ കിന്നരവുമായി പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും ഇങ്ങനെ ആലപിച്ചു: സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടുത്താത്തവനും ആരുണ്ട്? എന്തെന്നാൽ അങ്ങു മാത്രം പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും. എന്തെന്നാൽ അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം ഞാൻ കണ്ടു, സ്വർഗത്തിൽ സാക്ഷ്യകൂടാരത്തിൻ്റെ വിശുദ്ധ മന്ദിരം തുറക്കപ്പെട്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നു. അവർ ശുദ്ധമായ ശുഭ്രവസ്ത്രം ധരിച്ചിരുന്നു. വക്ഷസിൽ പൊൻകച്ച കെട്ടിയിരുന്നു. 4 ജീവികളിൽ ഒന്ന് എന്നും എന്നേക്കും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ കോപം നിറച്ച 7 പൊൻപാത്രങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് വിശുദ്ധ മന്ദിരം നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വെളിപാട് 16-ാം അധ്യായം. ദേവാലയത്തിൽ ആ 7 ദൂതന്മാരോടും പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു: നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്കൊഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ അടയാളമുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ അഴുകിയതും ദുഷിച്ചതുമായ വ്രണമുണ്ടായി. രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്കൊഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെയായി. കടലിലെ സർവ്വജീവികളും ചത്തു. മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അതു രക്തമായി മാറി. അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു: ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. എന്തെന്നാൽ അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു. എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു. അവർ അതർഹിക്കുന്നു. അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു: അതെ, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യസന്ധവും നീതിയുക്തവുമാണ്. നാലാമൻ തൻ്റെ പാത്രം സൂര്യൻ്റെ മേലൊഴിച്ചു. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു പറഞ്ഞു. അവർ മാനസാന്തരപ്പെടുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. അഞ്ചാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേലൊഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുട്ടിലാണ്ടു. മനുഷ്യർ കഠിനവേദന കൊണ്ട് നാവുകടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സു തിരിഞ്ഞില്ല. ആറാമൻ തൻ്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിലൊഴിച്ചു. അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെടാനായിരുന്നു അത്. വ്യാളിയുടെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും വ്യാജപ്രവാചകൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാരൂപികളെ ഞാൻ കണ്ടു. അവ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും
അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാരൂപികളാണ്. ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു. ഉണർന്നിരിക്കുന്നവനും നഗ്നനായി നടന്ന് ആളുകൾ തൻ്റെ നഗ്നത കാണാതിരിക്കാൻ വസ്ത്രം സൂക്ഷിക്കുന്നവനും അനുഗ്രഹീതൻ. ഹെബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവരെ അവ ഒന്നിച്ചുകൂട്ടി. ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു. അപ്പോൾ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഇപ്രകാരം പറയുന്ന വലിയ ഒരു സ്വരം പുറപ്പെട്ടു. അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും വലിയ ഭൂകമ്പവുമുണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പം. മഹാനഗരം 3 ഭാഗങ്ങളായി. ജനതകളുടെ പട്ടണങ്ങൾ നിലം പതിച്ചു. തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ വീഞ്ഞുപാത്രം അവൾക്കു നൽകാൻ മഹാബാബിലോണിനെ ദൈവം ഓർത്തു. ദ്വീപുകളെല്ലാം ഓടിപ്പോയി, പർവ്വതങ്ങൾ കാണാതായി. താലന്തുകളുടെ ഭാരമുള്ള വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു. കൽമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞു. ആ മഹാമാരി അത്ര ഭയങ്കരമായിരുന്നു.